നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറും ട്രാൻസ്പോർട്ട് മന്ത്രി ഗണേശനും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന് തുടക്കമിട്ടത് മേയറായ ഉടൻ തന്നെ കോർപ്പറേഷൻ്റെ കീഴിലുള്ള 113 ബസ്സുകൾ, കേന്ദ്ര ഗവൺമെൻറ് തന്ന ബസ്സുകൾ, 500ഓളം കോടി രൂപ ചെലവഴിച്ച് കേന്ദ്ര ഗവൺമെൻറ് തന്ന ബസ്സുകൾ ഇപ്പോൾ KSRTC ആണ് ഓടിക്കുന്നത്. അതിൽ കോടിക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് കോർപ്പറേഷൻ അതുകൊണ്ട് ലാഭമുണ്ടാവുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ ബസ്സുകൾ തിരിച്ചെടുക്കും, ഞങ്ങൾ ഓട്ടിക്കുമെന്നായിരുന്നു VV രാജേഷ് തിരുവനന്തപുരം മേയറായി ഉടൻ തന്നെ പ്രഖ്യാപിച്ചത്. ഇപ്പോഴിതാ ഗണേശൻ രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം തിരിച്ചടിച്ചിരിക്കുന്നു. ഉരുളയ്ക്ക് പേര് പോലെ മറുപടി കൊടുത്തിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ഈ ബസ്സുകൾ ആർക്ക് വേണം, ഈ പാട്ട ബസ്സുകൾ ആർക്ക് വേണം? 1 കോടി രൂപ വിലയുള്ള ഈ ബസ് ഇപ്പോൾ പാട്ട വിലയ്ക്ക് പോലും കിട്ടില്ല. 25 ലക്ഷം രൂപ വില മാക്സിമം കിട്ടുമായിരിക്കാം. ഇത് ഞങ്ങൾ ഓട്ടിക്കുന്നതിന് നിങ്ങളെ മഹാഭാഗ്യമാണ്. കാരണം ഇനി ഞങ്ങൾക്ക് ആ വണ്ടിയും കൊണ്ട് സ്ഥലം വിട്ടോ, ഞങ്ങൾക്ക് ആ വണ്ടികൾ ആവശ്യമില്ല. എത്രയും വേഗം അതും കൊണ്ട് പോകണം. ഞങ്ങൾക്കൊരു ലെറ്റർ തന്നാൽ മതി, 24 മണിക്കൂറിനുള്ളിൽ ആ വണ്ടികൾ എടുക്കാം. പക്ഷെ ഞങ്ങളെ ഗ്യാരേജിലൊന്നും കയറ്റാൻ പറ്റില്ല. നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങൾ എവിടെയും കൊണ്ടിട്ടോ, നിങ്ങൾ ഓട്ടിച്ചോ, ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് ട്രാൻസ്പോർട്ട് മന്ത്രി ഗണേശൻ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. അതായത് ഗണേശൻ കൃത്യമായി പഠിച്ചുകൊണ്ട് തന്നെയാണ് VV രാജേഷിനെ വെട്ടൽ വീഴ്ത്തിയിരിക്കുന്നത്. അതായത് വല്ല കാരണവശാലും KSRTCന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ വണ്ടി ഓടിക്കണമെങ്കിൽ അങ്ങോട്ട് പൈസ ചിലവാക്കേണ്ടി വരും. കാരണം ആ വണ്ടി ഓടിച്ച് കൊണ്ടുകൊടുക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ ബാറ്ററിയുടെ കാലാവധി കഴിഞ്ഞു. എല്ലാ തരത്തിലും ഉപയോഗശൂന്യമായ വണ്ടികൾ പാട്ട വിലയ്ക്ക് കൊടുത്താൽ പോലും വില കിട്ടില്ല എന്നുള്ള അവസ്ഥയിലാണുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. ശരിക്കും ഇരുട്ടടിച്ച പോലെയാണ്, ഉരുളയ്ക്ക് പേര് പോലെ ഗണേശൻ പറഞ്ഞു വന്നത്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ BJPയെ വിജയിപ്പിക്കാൻ വേണ്ടി പിണറായി വിജയൻ 16 സീറ്റ് കൊടുത്ത്, അതായത് 16 വാർഡുകളിൽ CPMൻ്റെ വോട്ട് മറച്ചു കൊടുത്തിട്ടാണ് BJP അധികാരത്തിലെത്തിയത്. അതിനുശേഷം VV രാജേഷ് ആദ്യം ചെയ്തത് ഈ ബസ്സിൻ്റെ കാര്യത്തിലുള്ള പ്രഖ്യാപനമാണ്. ഞങ്ങൾ ഈ വാഹനങ്ങൾ തിരിച്ചെടുക്കും, ഞങ്ങൾ ഓട്ടിക്കുമെന്നൊക്കെയാണ് VV രാജേഷ് പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ ഗണേശൻ കൃത്യമായി മറുപടി പറഞ്ഞിരിക്കുകയാണ്. ഗണേശൻ്റെ ഇന്നത്തെ പത്രസമ്മേളനം കേൾക്കാൻ നല്ല രസമുള്ളതാണ്. കാരണം കൃത്യമായി കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. നമുക്കൊന്ന് കേൾക്കാം. ജനങ്ങൾ മനസ്സിലാകാത്ത ഭാഷയിൽ ഞാൻ സ്നേഹത്തോടെ പറയുകയാണ്. 28 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച വണ്ടിക്ക് കിട്ടുന്ന ഒരു ഇതില്ല. ഇപ്പം 8000 രൂപ ശരാശരി കിട്ടുമെന്ന് പറയുമ്പോൾ 42 രൂപ ഒരു കിലോമീറ്ററിന് ഏണിങ്സ് പെർ കിലോമീറ്റർ, ഒരു കിലോമീറ്റർ ഓടുമ്പോൾ കിട്ടുന്നുണ്ട്. നേരത്തെ കിട്ടിയിരുന്നത് 27 രൂപ 26 രൂപയായിരുന്നു. ഇപ്പോഴത് 42 വരെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഈ വലിപ്പം തന്നെയുള്ള ഡീസൽ മിനി ബസ് വാങ്ങിയ വണ്ടികൾക്ക് 50-ന് മേളിൽ EPKയും കിട്ടുന്നുണ്ട്, ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഓടുന്ന വണ്ടികൾ. പിന്നെ നെടുമങ്ങാട് താമസിക്കുന്നവരെയും പോത്തങ്കോട് താമസിക്കുന്നവരെയും ആറ്റിങ്ങൽ താമസിക്കുന്നവരെയും നെയ്യാറ്റിൻകര താമസിക്കുന്നവരെയും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, വണ്ടി കയറ്റൂല എന്ന് പറയാൻ കേരള സർക്കാരിന് കഴിയില്ല, ഞങ്ങളുടെ സർക്കാരിന് കഴിയില്ല, അത് ഞങ്ങൾ പറയില്ല. അതുകൊണ്ട് എനിക്ക് വളരെ ക്ലിയറായിട്ട് പറയാം. മേയർ അദ്ദേഹം എന്നോട് സംസാരിക്കുകയോ ഞങ്ങൾ കത്തുകയും ചെയ്തിട്ടില്ല. വളരെ ഫ്രീ ഹാൻഡായിട്ട് പറയുന്നു. അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയാണ്, അദ്ദേഹം ഇത് ഞങ്ങൾക്ക് വേണമെന്ന് എഴുതി തന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ഈ 113 വണ്ടികളും കോർപ്പറേഷൻ തിരിച്ചു കൊടുത്തേക്കാം. കോർപ്പറേഷൻ അത് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിടാം. ഞങ്ങളുടെ ഡിപ്പോയിൽ നിന്ന് ഇടാൻ ഞങ്ങൾ പകരം 150 വണ്ടികൾ പുറത്തുനിന്ന് കൊണ്ടുവരും. വേറെ ഒന്നുമല്ല, ഈ ഗ്രാമപ്രദേശം പോത്തങ്കോട് എന്നുള്ളവർക്ക് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഉദാഹരണം പറയാം. കോർപ്പറേഷൻ വന്ന് നിൽക്കുന്നത് കടക്കൂട്ടത്താണ്. കണിയാപുരത്താണ് ബസ് സ്റ്റോപ്പ് നമുക്ക് സ്റ്റേഷനുള്ളത്. കണിയാപുരത്ത് നല്ല ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഈ കോർപ്പറേഷൻ അതിർത്തി കിടക്കുന്ന പോത്തങ്കോട് ഭാഗത്തേക്കുള്ള പല പ്രദേശങ്ങളുണ്ട്. ശ്രീകാര്യം ആ ഭാഗത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പോത്തങ്കോടിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് അവിടെ നിന്നുള്ളവർക്ക് യാത്രയുണ്ട് നഗരത്തിലേക്ക്. നെയ്യാറ്റിൻകരയുള്ളവരെ കൊണ്ടുവന്നിട്ട് കരമനയിൽ ഇറക്കി പിന്നെ പാപ്പനംകോട് ഇറക്കി വിട്ടിട്ട് വേറെ വണ്ടി കയറാൻ പറയാൻ പറ്റത്തില്ല. KSRTC സംബന്ധിച്ച് നെയ്യാറ്റിൻകരയിൽ നിന്ന് യാത്രക്കാർ കയറിയിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരും. പിന്നെ നെയ്യാറ്റിൻകരയ്ക്കും ആറ്റിങ്ങിനൊക്കെ ഓടുന്ന പല വണ്ടികളും ഞങ്ങളുടെ വണ്ടിയാണ്. ഞങ്ങൾക്ക് 50 വണ്ടിയുണ്ട്, ബാറ്ററി വണ്ടി. അതാണ് ഓടുന്നത്. ലോൺ എടുത്ത് ഞങ്ങൾ വാങ്ങിച്ച വണ്ടിയാണ് കിഫ്ബിയിൽ നിന്ന്. ആ വണ്ടികൾ ഓടുന്നുണ്ട്, ആ വണ്ടി ഓടിക്കും. അതിനാരുടെ അനുവാദം ആവശ്യമില്ല. പിന്നെ ഞാൻ പരിശോധിച്ചപ്പോൾ ഈ 113 കിലോമീറ്റർ വണ്ടികളിൽ 3-4 കിലോമീറ്ററാണ് ചില വണ്ടികൾ ഔട്ടറിലേക്ക് പോകുന്നത്. ഈ എഗ്രിമെൻറ്റ് പ്രകാരം ഇതിൻ്റെ GPS പൊസിഷൻ പരിശോധിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് സ്മാർട്ട് സിറ്റി CEOയ്ക്കാണ്. അവർക്ക് അപ്പോഴപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കില്ലേ, കണ്ടോളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് രാഷ്ട്രീയം അതല്ല. ഞാനൊരു കാര്യം പറയുന്നു, കേരളത്തിലെ ജനങ്ങളെ, തിരുവനന്തപുരത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. എപ്പോഴാണോ കോർപ്പറേഷന് ഈ സാധനം ഞങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞൊരു കത്ത് CMDക്ക് കൊടുത്താൽ മതി. 24 അവേഴ്സിനുള്ളിൽ അവർ പറയുന്ന സ്ഥലത്ത് ഈ വണ്ടി ഇട്ട് കൊടുക്കും. പകരം 113 വണ്ടിക്ക് പകരം 150 വണ്ടി, അതിലധികം വണ്ടി ഞാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ
ഈ കേരളത്തിലെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കും യാത്രക്കാർക്കും ഉറപ്പ് നൽകുന്നു. പറഞ്ഞാൽ 24 മണിക്കൂർ പറഞ്ഞാൽ 20 മണിക്കൂറിൽ 150 വണ്ടിയും സിറ്റിയിലുണ്ടായിരിക്കും, ഓടിയിരിക്കും. അത് സിറ്റിക്ക് പുറത്തുനിന്ന് ഓടിക്കും, നെടുമങ്ങാടുന്ന് ഓടിക്കും. നെടുമങ്ങാടെന്നുള്ളൊരു തിരുവനന്തപുരത്ത് വരണ്ടേ, നെയ്യാറ്റങ്കരയുള്ളൊരു തിരുവനന്തപുരത്ത് വരണ്ടേ, ബാലരാമപുരത്തുള്ളൊരു തിരുവനന്തപുരത്ത് വരണ്ടേ. അപ്പോൾ അങ്ങനെ ഒരു പ്രദേശത്ത് മാത്രം ഓടിക്കുക. എഗ്രിമെൻറ്റിലും പറഞ്ഞിട്ടുണ്ട്, പീക്ക് അവേഴ്സിൽ സിറ്റിക്കകത്ത് മാക്സിമം ഓടിയതിനു ശേഷം സബർബനിലുള്ള യാത്രക്കാരെ കൂടി സിറ്റിയിലേക്ക് കൊണ്ടുവരണം എന്ന് എഗ്രിമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചാണ്. വായിച്ചു നോക്കുക, പഠിക്കുക, പഠിച്ചിട്ട് മറുപടി പറയുക. ഞാൻ പറഞ്ഞില്ല, എന്നിട്ടും തൃപ്തിയില്ലെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടി വണ്ടി തിരിച്ചു കൊടുക്കാൻ KSRTC തയ്യാറാണ്. CMDക്ക് എന്നെപ്പോലും കാണണ്ട, CMDക്ക് ഒരു കത്ത് കൊടുത്തോളൂ. 24 അവേഴ്സിനുള്ളിൽ വണ്ടി നിങ്ങൾ പറയുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്ത് തരും. ഡ്രൈവർ ഞങ്ങളതാണ്, കണ്ടക്ടർ ഞങ്ങളാണ്, ടിക്കറ്റ് മെഷീൻ ഞങ്ങളതാണ്, വർക്ക്ഷോപ്പ് ഞങ്ങളതാണ്, എല്ലാം ഞങ്ങളതാണ്. ഞങ്ങൾ വേറെ വണ്ടി ഇറക്കും. കേട്ടല്ലോ. കാരണം KSRTC ഇതുകൊണ്ട് കോടികൾ ലാഭം ഉണ്ടാക്കുന്നു എന്നല്ല, ഈ വണ്ടി തലവേദനയാണ്, ഇത് കൊണ്ടെടുക്കുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ 150 ബസ്സുകൾ ഉടനെ 24 മണിക്കൂറിൽ ഇറക്കും എന്നാണ് പ്രഖ്യാപനവുമായി വെല്ലുവിളിയുമായിട്ടാണ് ഗണേശൻ എത്തിയിരിക്കുന്നത്. ഇതിന് VV രാജേഷ് എന്ന് മറുപടി പറയുമെന്നുള്ളത് കാത്തിരിക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. കാരണം BJP അധികാരത്തിൽ കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷനാണ് തിരുവനന്തപുരം. അത് കോർപ്പറേഷൻ മേയറായി ശ്രീലേഖ വരുമെന്ന് വലിയ പ്രഖ്യാപനങ്ങളൊക്കെ വരാൻ നിൽക്കുമ്പോഴാണ് VV രാജേഷിനെ V മുരളീധരനും K സുരേന്ദ്രനും പിണറായി വിജയൻ വഴി അമിത്ഷായെ സ്വാധീനിച്ച് അവിടെ മേയറാക്കിയത്. അവസാനം എളിഭ്യനായിട്ട് രാജീവ് ചന്ദ്രശേഖറിന് ഡൽഹിയിൽ നിന്ന് മടങ്ങി പോരേണ്ടി വന്നു. അത്രയും നെറികെട്ട രൂപത്തിലാണ് അദ്ദേഹത്തിന് ഡൽഹിയിൽ നിന്ന് മടങ്ങേണ്ടി വന്നത്. അദ്ദേഹം ഇവിടെ നിന്ന് വലിയ കൃത്യമായിട്ടുള്ള പ്രഖ്യാപനം നടത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഡൽഹിയിൽ പോയത്. അതായത് ശ്രീലേഖയെ ഇപ്പോൾ തിരുവനന്തപുരം മേയറാക്കുമെന്ന് പറഞ്ഞിട്ടാണ് പോയതെങ്കിലും വരുമ്പോൾ വാലും ചുരുട്ടി വരേണ്ടി വന്നു അദ്ദേഹത്തിന്. കാരണം ഇവിടെയുള്ള എല്ലാ ഗ്രൂപ്പുകളും ഒന്നിച്ചു. അവസാനം VV രാജേഷ് രാജീവ് ചന്ദ്രശേഖരനെ കടത്തിവെട്ടി എന്നുള്ളതാണ് സത്യം. അതിനിടയിലാണ് ഇങ്ങനെ കയ്യടി വാങ്ങാൻ വേണ്ടി VV രാജേഷ് അതേ പ്രസ്താവന തിരിച്ചടിയായി മാറുകയാണ് എന്നുള്ളതാണ് സത്യം.